സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് കിരീടത്തിലേക്ക് മത്സരങ്ങളെല്ലാം പൂർത്തിയായി. നിലവിൽ കോഴിക്കോടിന് 919 പോയിന്റും പാലക്കാടിന് 908 പോയിന്റുമാണുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ സൗമ്യ ചേരും. കലാപൂത്തുലഞ്ഞു നിന്ന 7 ദിനരാത്രങ്ങൾ ഇന്ന് തിരശീല വീഴുകയാണ്. 117.5 പവൻ സ്വർണ്ണക്കപ്പിന്റെ ഉടമകളെ അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപിക്കും. ഇനി ചില മാറ്റുരയ്ക്കലുകളാണ്, അവസാന വട്ട കണക്കുകൂട്ടലുകളാണ് ഉള്ളത്. ഈ 117 സുരാജ് എവിടെ പോയിരുന്നു? ആവേശത്തിന്റെ കൊടുമുടിയിൽ ആവേശം കാണാൻ വേണ്ടി പോയതാണ്. ഏതായാലും ആവേശമെല്ലാം ഇപ്പോൾ വേദിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. സദസ്സ് മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആരായിരിക്കും ഈ 117.5 പവൻ സ്വർണ്ണക്കപ്പ് നേടുക എന്ന് അറിയാനായിട്ടുള്ള ഇതുവരെ പൂർത്തിയായ മത്സരങ്ങളുടെ എല്ലാം പോയിന്റ് നില വെച്ച് നോക്കുമ്പോൾ കോഴിക്കോട് തന്നെയാണ് 919 പോയിന്റ്. പാലക്കാടിന് 912 പോയിന്റേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു സുപ്രധാനമായുള്ളത് ഹയർ അപ്പീലുകളുടെ കാര്യത്തിലാണ്. അതിലിനി 3 ഇനങ്ങളിലാണ് ഈ വിഷയങ്ങളിലൊന്നും പരിഗണിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ അത് നിർണ്ണയിക്കുന്ന ഒരു അവസാനവട്ട തിരക്കുകളിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ആദ്യം മുതൽക്ക് തന്നെ ഒരു 3-ാമത്തെ ദിവസം നേടിയ ആ ഒരു മുന്നേറ്റം അത് കോഴിക്കോട് വിട്ടുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ അപ്പീലുകൾ പരിഗണിക്കപ്പെടുമ്പോഴും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന ഒരു കണക്കുകൂട്ടലാണ് പൊതുവിലുള്ളത്. പക്ഷേ കഴിഞ്ഞ വർഷം നടന്നതുപോലെ ഒരു ഫോട്ടോ ഫിനിഷിംഗിന്റെ സാധ്യത അത് പോയിന്റ് നിലയിൽ തന്നെ നമുക്ക് പ്രത്യക്ഷമായിരുന്നു സുരാജ്. പക്ഷെ ഇപ്പോൾ ഈ പോയിന്റിൽ തന്നെ വ്യത്യാസമുണ്ട്. പക്ഷേ അപ്പീലുകളുടെ കാര്യം പരിഗണിക്കപ്പെടുന്നതുകൊണ്ട് അതിൽ വലിയൊരു അട്ടിമറി നടന്നാൽ കോഴിക്കോടിനെ പിന്തള്ളി പാലക്കാടിന് മുൻപിലെത്താനാകും എന്നൊരു സാധ്യത അവിടെയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂളിനെ കുറിച്ച് കൂടി പറയാതെ വയ്യ. BSS ഗുരുകുലം പാലക്കാട് ജില്ല ആലത്തൂരിലെ സ്കൂളാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒരു MLA വണ്ടിയാണ് പാസ് ചെയ്തത്. എന്തായാലും ഓരോരുത്തരായി വിശിഷ്ടാതിഥികൾ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ്. ഒപ്പം മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ നിവിൻ പോളി ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു ആവേശത്തിലാണ് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനിയിൽ ആളുകൾ. ഇന്നത്തെ തിരക്കിന്റെ ഒരു പ്രധാന കാരണം അതും കൂടിയാണ്. ഒപ്പം തന്നെ ദേശീയ അവാർഡ് ജേതാവായ സുരാജ് വെഞ്ഞാറമ്മൂടും ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സ്വാഭാവികമായും കേരളത്തെ ആകെ വിഷമത്തിലാക്കിയ ഒരു വാർത്ത കൂടി വന്ന ദിവസമായതുകൊണ്ട്, കൽപ്പനയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടൊരു ദിവസം കൂടി ആയതുകൊണ്ട് ആ ഒരു ശോകമൂകത പൊതുവിലുണ്ട്. എങ്കിൽ കൂടിയും ഇതുവരെയും അവർ പങ്കെടുക്കുമെന്നാണ് നിവിൻ പോളിയും സുരാജ് വെഞ്ഞാറമ്മൂടും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. VS അച്യുതാനന്ദനാണ് ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹം എത്തിയിട്ടില്ല, അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു വിശിഷ്ടാതിഥികളെല്ലാം DP അടക്കമുള്ളവരെല്ലാം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. സ്വർണ്ണക്കപ്പിന്റെ തീരുമാനം ഏകദേശം ഒരു ഈ ചടങ്ങ് പകുതിയാകുമ്പോഴത്തേനും പ്രഖ്യാപനം ഉണ്ടാകും. ഇനി ഒരു അരമണിക്കൂറത്തെ താമസം കൂടി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 അപ്പീലുകൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ട് ഉച്ചതിരിഞ്ഞിട്ട് തിരുവനന്തപുരത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ അവധിയാണ്. അതുകൊണ്ട് കൂടുതൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുട്ടികൾ വന്നിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഈ സുരാജെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ട ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, ഇന്നിപ്പോൾ ഇത്രയും തിരക്കുകളുണ്ട്. ഇവിടെ ഈ മത്സരങ്ങൾ കാണാൻ വരുന്നതിൽ ഈ കാഴ്ചയും ആഘോഷവും കലയും ഒക്കെ അങ്ങേയറ്റം എൻജോയ് ചെയ്യുന്നത് കുട്ടികളാണ്. അതെ, തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് എന്താ പറയാ, എല്ലാ ദിവസവും നമുക്ക് വർണ്ണാഭമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നമ്മൾ പറയും ഈ കടലിനെയും ആനയും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൗതുകം അവസാനിക്കില്ല എന്ന്. അതുപോലെ തന്നെയാണ് കൊച്ചുകുട്ടികളെ കുറിച്ചുള്ള ഒരു കാഴ്ചയും. ആ കുറച്ച് കാഴ്ചകൾ കലോത്സവ പരിസരത്ത് നിന്ന് ഒപ്പിയെടുത്ത കുറച്ച് കാഴ്ചകൾ കണ്ട ശേഷം തിരികെ എത്താം. കലോത്സവ നഗരിയിലെ കാഴ്ചകൾക്ക് നിറം പകർന്നത് ഇവരാണ്. പല രീതിയിൽ, പല ഭാവങ്ങളിൽ കലോത്സവത്തിന്റെ കാഴ്ചകൾ കാണാൻ വർണ്ണക്കുടകളുമേന്തിയാണ് കുട്ടിസുന്ദരിയുടെ വരവ്. ഈ ചേട്ടൻ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? ഈ ക്യാമറ ചേട്ടൻ എന്നെ ഒറ്റയ്ക്ക് നടക്കാൻ സമ്മതിക്കൂല. ഇതല്ല, ഇതിലും വലിയത് ചാടിക്കടന്നവനാണ് ഞാൻ, പിന്നല്ല. ഹോ, എന്തൊരു ചൂടാ! ഇനി അല്പം തണുപ്പാവാം. സ്റ്റേജിലോ നമ്മളില്ല, നമുക്കിവിടെ കളിക്കാം. ചേട്ടാ, ഇതൊന്നും ഇവിടെ അല്ല ഇടേണ്ടത്. സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഈ ചേട്ടന്മാരുടെയൊക്കെ ഒരു കാര്യം. ഇനി കലോത്സവ നഗരിയിലെ പപ്പുവിനെ കാണാം. വെള്ളം വെള്ളം
ചേട്ടൻ എന്നെ പഠിക്കാൻ സമ്മതിക്കൂല അല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. ശരിയാണ്, ഇന്നത്തെ ഈ ബാല്യങ്ങളാണ് നാളെയുടെ കാഴ്ചകൾക്ക് വർണ്ണം പകരേണ്ടവർ. ക്യാമറമാൻ വിനേഷ് നേതാജി പകർത്തിയ ചിത്രങ്ങൾക്കൊപ്പം ബിജേഷ് നടുവിൽ. വേദി നിറഞ്ഞിരിക്കുന്നു വിശിഷ്ട അതിഥികളെ കൊണ്ട്. VS അച്യുതാനന്ദൻ എത്തിക്കഴിഞ്ഞു. അദ്ദേഹമാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ മന്ത്രി അബ്ദുറബ് എത്തിക്കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, VS ശിവകുമാർ അടക്കമുള്ളവർ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മളുടെ വിശിഷ്ട അതിഥികളാണ് എത്തിച്ചേരാനുള്ളത് എന്ന് തോന്നുന്നു. സുരാജ് വെഞ്ഞാറമൂടും ഒപ്പം തന്നെ നിവിൻ പോളിയും. ഇന്നിപ്പോൾ ഏതായാലും മറ്റൊരു ഉത്സവാന്തരീക്ഷം ചടങ്ങ് ആരംഭിക്കും. അതോടുകൂടി തന്നെ ആയിരിക്കും കൃത്യമായി വിജയിയെ, അതായത് ഈ 117.5 പവൻ സ്വർണ്ണ കപ്പിന്റെ വിജയിയെ പ്രഖ്യാപിക്കുക. കോഴിക്കോട് ഇതുവരെയുള്ള ഒരു മുന്നേറ്റ പ്രകാരം കോഴിക്കോട് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഏതായാലും ഇനി 2 അപ്പീലുകൾ കൂടിയാണ് പരിഗണിക്കപ്പെടുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഫൈനൽ പോയിന്റ് നിർണ്ണയിക്കാവുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇനിയിപ്പോ ഏതൊക്കെ ഹയർ അപ്പിലാണ് നമുക്ക് ലാസ്റ്റ് ഹിയറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അപ്ഡേഷൻ ആണ് ഇത് പ്രത്യേകം പ്രേക്ഷകർ കാണണം. കാരണം നമുക്ക് ഓരോ സെക്കൻഡിലും കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗതയിൽ ലഭ്യമാക്കുന്ന മെസ്സേജിലൂടെയും ITH സ്കൂളിന്റെ വാട്സാപ്പിലൂടെയുമാണ് നമുക്ക് ഈ അപ്ഡേഷൻസ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രശംസനീയമായ പ്രവർത്തനം തന്നെയാണ് ITH സ്കൂളിന്റെ പ്രവർത്തകർ. അതില് സുരാജ് അതാണ് രാത്രി വൈകി വരെയും പല കലാപരിപാടികളും 3 മണി 4 മണിക്കൊക്കെ മെസ്സേജ് ഇപ്പോൾ കിട്ടിയ പോയിന്റ് നില ഇത്രയാണ്. അത്രയും അപ്ഡേഷൻസ് ആണ് ITH സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രശംസിക്കേണ്ട തരത്തിലുള്ളത്. ഏത് സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഇൻഫർമേഷൻസും കിട്ടാവുന്ന ഒരു സജ്ജീകരണമാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. ഈ പോയിന്റ് നിലയുടെ ഫൈനൽ ഇത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് സംഭവിച്ച ഈ ഫോട്ടോ ഫിനിഷിംഗിന്റെ കാര്യം അത് വലിയ ആകാംക്ഷ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഓരോ നിമിഷവും മാറി മറിയുന്നു. കോഴിക്കോടാണ് കിരീടം എന്ന് പറയുന്നു, പാലക്കാടിനാണ് കിരീടം എന്ന് പറയുന്നത്. അവസാനം 7 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. വലിയ അട്ടിമറി ഉണ്ടാകുമോ എന്ന് നിർണ്ണയിക്കാനാവില്ല. എന്നാലും നമുക്ക് ആ അപ്പീലുകൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും.